ഹായ് ഹലോ. ഇന്ന് ഈസാക്കുള്ളൊരു സർപ്രൈസിങ് വീഡിയോയാണ്. അവൻ കുറേ നാളായിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ, മൈക്ക് വേണം മൈക്ക് വേണം എന്ന് കേട്ടോ. എപ്പോഴും പറയും. അതേപോലെ ചെറുപ്പത്തിൽ എൻ്റെ അനിയത്തിക്കുണ്ടായിരുന്നു. ഇവനും അവളും കൂടി അത് നശിപ്പിച്ചെടുത്തിട്ടാ സംസാരിച്ച്. അപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാട്ട് പാടാനും സംസാരിക്കാനും ഒക്കെ മൈക്കിൽ കൂടെ. എവിടെയെങ്കിലും കാണുമ്പോൾ പറയും ഞാൻ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് കേട്ടോ. അപ്പോൾ അവന് ഇന്നലെ മേടിച്ചതാണ്. പക്ഷെ അത് നമ്മൾ ഇന്നലെ ഒന്ന് ബ്രോഡ്വേ പോകണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണേ. അപ്പോൾ ആളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൾ മഗ്‌രിബ് കഴിഞ്ഞ് ദിക്കറും കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴായിട്ട് നമ്മളിത് സർപ്രൈസായിട്ട് കൊടുത്തത്. ആൾക്കത് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ട് അങ്ങനെ തന്നെ പറയാം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഇതിലിങ്ങനെ പാട്ടായിട്ടും ഒക്കെ സംസാരവും എല്ലാം മൈക്കിലൂടെ ആയിരുന്നു. പിന്നെ നമ്മളത് ഒച്ചപ്പാടുണ്ടാക്കി അത് എടുത്ത് വെക്കേണ്ട അവസ്ഥ വന്ന് എന്നതാണ് സത്യം. ആദ്യമൊക്കെ നമുക്കത് രസമാണ്. പക്ഷെ അത് ഫുൾ ടൈം അത് കേട്ടുകൊണ്ടിരുന്നതിനാൽ പിന്നെ നമുക്ക് തലക്ക് വെളിവ് തരില്ല കേട്ടോ. പിന്നെ അത് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അപ്പോഴത്തേക്കും വാപ്പ വന്നേ. വാപ്പാനെ കയറുമ്പോൾ തന്നെ വാപ്പാനെ പേടിപ്പിക്കുന്നതൊക്കെയാണ് ഈ കാണണേ. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സന്തോഷമായി. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉമ്മയും കാര്യങ്ങളൊക്കെ തന്ന് പിന്നെ ഇത്താത്താനെ വിളിച്ച് കാണിച്ച്, അതേപോലെ എൻ്റെ വീട്ടിൽ ഉമ്മാനെയും വാപ്പാനെയും വിളിച്ച് കാണിച്ച്, ഇഷാനെ എൻ്റെ അനീത്തിനെ കാണിച്ചു കൊടുത്ത് എനിക്ക് ഗിഫ്റ്റ് കിട്ടി, സർപ്രൈസിങ് ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കിട്ടിയിട്ട്. അപ്പോൾ വാപ്പ വന്ന് സർപ്രൈസ് ആവേണ്ടി ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് വാപ്പ ഇങ്ങനെ പറയാൻ എന്തായി കാണുന്നത്. അപ്പോൾ വാപ്പ പാട്ട് പാടുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവനൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. അങ്ങനെ ആൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ.